നമസ്കാരം, പ്രൈം ഇന്ത്യ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അലൻ ജോസ് പെരേരയാണ്. അതായത് നിങ്ങളുടെ സ്വന്തം AJPയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൈം ഇന്ത്യ ചാനൽ ഇന്ന് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നമസ്കാരം മോനെ. ഇപ്പോ ധാരാളം ഷോർട്ട് മൂവീസ് അഭിനയിച്ചിട്ടുണ്ടോ? ഷോർട്ട് ഫിലിം ഒക്കെ ധാരാളം ഇപ്പൊ AJPക്ക് നിലവിലിപ്പോ 5 റിലീസായിട്ടുണ്ട്. എസ് എ ഡേവിഡ്, ബ്ലഡി നൈറ്റ്, എന്താ പറയാ, അമ്മേന്റെ ഡോക്ടർ പ്രണയത്തിലാണ്, പിന്നെ കല്യാണ പുരാണം, അങ്ങനെ ഒരുപാട് വർക്കുകൾ റിലീസായിട്ടുണ്ട്. പിന്നെ റിലീസ് ആകാൻ പോകുന്നത് ഇനിയിപ്പോ ട്രൂ ലവ് എന്താണെന്ന് അറിയാം. പിന്നെ നമ്മുടെ ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള വേറെ വർക്കാണ് ശ്രീകുട്ടിന്റെ കല്യാണം, പിന്നെ എനിക്കുമുണ്ടേ കല്യാണം, അങ്ങനെ ഒരുപാട് വർക്കുകൾ. മറ്റേ ടീച്ചർ പ്രണയത്തിലാണ്. അപ്പൊ അങ്ങനെ അതല്ല, അലൻ സാധാരണയായിട്ട് കൊടുക്കുന്ന കണ്ടന്റുകളൊക്കെ എന്ന് പറയുന്നത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണല്ലോ. ഷോർട്ട് മൂവി എന്നതിനേക്കാൾ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് കൂടുതൽ വീഡിയോസ് റീൽസ് പോലുള്ള. അത് ശരിക്കും പറഞ്ഞാൽ അവര് പറയുന്ന അനുസരിച്ചിട്ട് അലൻ ചെയ്യുന്നതാണോ അതോ അലന്റേതായ മനസ്സെന്ന്? ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് പെയ്ഡ് പ്രൊമോഷൻ രീതിയിൽ അവര് ചിലപ്പോഴൊക്കെ പൈസ വാങ്ങാറുണ്ടില്ലെന്ന് പറയാൻ പറ്റൂല. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പണം വാങ്ങാറില്ല. അല്ല, ഞാൻ അങ്ങോട്ട് ചെറിയ രീതിയിൽ എമൗണ്ട് കൊടുക്കാറുണ്ട്. അതായത് അലനെ വൈറലാക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇപ്പൊ ഈ അടുത്താണ് ഞാൻ പൈസ അങ്ങോട്ട് ചെറിയൊരു എമൗണ്ട്, എല്ലാവർക്കും അല്ല, കൊടുക്കാൻ പറ്റുന്ന ചെറിയ എമൗണ്ടുകൾ പലർക്കും കൊടുക്കും. പിന്നെ താൽക്കാലികമായിട്ട് എപ്പോഴും ഞാൻ അങ്ങനെയുള്ള പേയ്മെന്റ് കൊടുത്തിട്ടുള്ള പരിപാടിയാണ് നിർത്തിയിരിക്കുന്നത്. പൈസ ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വന്ന് ചെയ്യാം. ആദ്യം മുതൽ അങ്ങനെയാണോ അതോ ഇപ്പൊ തുടങ്ങി? അല്ല, ആദ്യം മുതൽ ഫ്രീ ആയിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഈ അടുത്താണ് PR-ന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ എന്നോട് ചോദിക്കുകയുണ്ടായി. പക്ഷെ വലിയ പ്രോഗ്രാംസ് ഒന്നും എനിക്ക് വരാത്തതുകൊണ്ട് അങ്ങനെ ലക്ഷങ്ങളിലേക്കൊന്നും അവർ മേടിക്കാറൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും കിട്ടുന്നതിനൊരു പങ്ക് കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അലൻ ഇപ്പൊ ഒരു എന്താ പറയാ, നെഗറ്റീവിലൂടെ ആണേലോ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കാണുന്ന കണ്ണിന്റെ ഇതുപോലെ ഇരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ തന്നെ. നെഗറ്റീവിലൂടെ ആണ് പൊതുവേ വന്നതെങ്കിൽ പോലും അലൻ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടല്ലോ, അറിയപ്പെടുന്ന ഒരാളാണല്ലോ. അങ്ങനെ ഒരാളെ വെച്ചിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചാനലുകാരല്ലേ പണം നൽകേണ്ടത്? ശരിക്കും മറ്റേ വലിയ ചാനലിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ പേരെടുത്ത് തന്നെ പറയാം, ഇപ്പൊ ഏഷ്യാനെറ്റ് പോലുള്ള വലിയ ചാനലിൽ നിന്ന് നമുക്ക് ഈ അടുത്ത് അവാർഡ് നൈറ്റിൽ വിളിച്ചിട്ട് പങ്കെടുപ്പിച്ചിരുന്നു. അതിന്റെ പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. അപ്പൊ അതൊക്കെ ആൾക്കാരത് വിമർശിക്കുന്നുണ്ട്. വേറെ കഴിവുള്ള ഒരുപാട് പേര് പുറത്തുണ്ടെന്ന് പറയുന്നു. അപ്പോ കഴിവുള്ള ആൾക്കാരല്ലേ എത്ര പേര് എടുക്കാൻ പറ്റും അവർക്ക്? മനസ്സിലായി. ഇപ്പൊ ഒരു സിനിമയിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000-ന് മുകളിലുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എല്ലാരെയും കഴിവുള്ള ആൾക്കാരെ പിടിച്ചിട്ട് അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്കല്ലേ ഓപ്പോസിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരാളെ ഞാൻ സൂട്ടായി. പിന്നെ എന്റെ കൂടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ടീമുണ്ട്. മറ്റേ അഭിലാഷാട്ടെ കൂടെ വന്നിരുന്നു. പക്ഷെ പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ കൂടെ എപ്പോഴും നടക്കുന്ന ആളാണ് വിഷ്ണു കൊച്ചുകാരൻ, സന്തോഷ് വർക്കി. പക്ഷെ അങ്ങനെ ഉള്ള ടീംസ് സാധാരണ കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തി വിടാറുണ്ട്. ഈ ഞാൻ ചില പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോ, എല്ലാരും അല്ല, പക്ഷെ ചില ആൾക്കാർ. അപ്പൊ ഇപ്പൊ ഈ പ്രോഗ്രാം വന്നത് പിന്നെ അങ്ങനെ എനിക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആരും അങ്ങനെ വീഡിയോ കണ്ടില്ല. അവർക്ക് കിട്ടുമല്ലോ. സാധാരണ ഇപ്പൊ നമ്മളെ പ്രോഗ്രാമിനോ അതല്ലെങ്കിൽ പ്രോഗ്രാംസ് ഇപ്പൊ ഇനാഗ്രേഷനോ അങ്ങനെയൊക്കെയുള്ള നമ്മള് ഷോപ്പിന്റെ പ്രൊമോഷൻ ചെയ്യാറുണ്ട്. ഇനാഗ്രേഷന് പോയിട്ടുണ്ട്, പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളെ പെയ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയി അവസാനം പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മള് ഒരു കൃത്യ എമൗണ്ട് കിട്ടാത്ത പരിപാടികള് വരാറുണ്ട്. നമ്മൾ പോകാറില്ല. പോയി അങ്ങനെ പറ്റിക്കപ്പെടാറുണ്ടോന്ന് ചോദിച്ചു കഴിയുമ്പോ ഇത്ര എമൗണ്ട് തരാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ അത്ര ആ എമൗണ്ട് കിട്ടാത്തതുകൊണ്ട് 10-25,000 രൂപ എനിക്ക് കടമുണ്ട്. ഇപ്പോൾ 25,000 രൂപ എനിക്ക് കൊടുക്കാറുണ്ട് പലർക്കും. എങ്ങനെ ഈ എന്നെ കൊണ്ടുവന്ന ഒരു ടീമുണ്ട് പറഞ്ഞാൽ കാറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കൂടുതലും. ആ ഒരു ടീമിന് കൊടുക്കാനുള്ള പൈസ 25,000-ന് മുകളിലാണ്. അപ്പൊ അത് വരുത്തി വെച്ചത് ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചിട്ടുള്ള പരിപാടിക്ക് ചെറിയ പൈസക്ക് ഞാൻ പോയിട്ട് എനിക്ക് വന്ന കടബാധ്യത. അല്ല, ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ അപമാനിക്കാറുണ്ട് പലപ്പോഴും. നല്ല സന്തോഷത്തോടു കൂടി വിളിച്ച് നമ്മൾ അവിടെ സന്തോഷത്തോടെ നല്ല മനസ്സോടു കൂടി ചെല്ലുന്ന സ്ഥലത്ത് അപമാനിക്കാറില്ലേ? അപ്പം പിന്നെ പലപ്പോഴും ചിലവര് അടിക്കാൻ വരുന്നതായിട്ടൊക്കെ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് എന്തുകൊണ്ടാണ് അലൻ ഇത്രയും നല്ല ആരോഗ്യമുള്ള, നല്ല തന്റെ ഇടമൊക്കെയുള്ള, ഇപ്പൊ സംസാരിക്കാൻ നല്ല കഴിവൊക്കെയുള്ള ഒരാളാണ്, പക്ഷെ എന്തുകൊണ്ട് മോൻ അത് പ്രതികരിക്കുന്നില്ല? ഞാൻ പ്രതികരിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മള് ഇപ്പൊ ഈ കഴിഞ്ഞിടക്ക് സന്തോഷം വർക്കുന്ന ഒരു പുള്ളി തല്ലി. അപ്പൊ ആ ഒരു പുള്ളി കൊച്ചി മച്ചാന്നത്തെ പേര്. അപ്പൊ ആ പുള്ളിനെ റോണി എന്നത്തെ പുള്ളിയുടെ തത്വം വരുന്നത്. പുള്ളി ഒരു ദിവസം ഞാൻ മാന്യമായിട്ട് ഒരു പരിപാടി പങ്കെടുത്തിരിക്കുകയായിരുന്നു, പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഓഡിയോ ലോഞ്ചിൽ. ലാസ്റ്റ് പങ്കെടുത്ത പരിപാടിയാന്ന് തോന്നുന്നത്, സിനിമ പരിപാടി. അപ്പൊ അതിന്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പുള്ളി റിവ്യൂ നെഗറ്റീവ് പറഞ്ഞിട്ട് തല്ലാൻ വന്നു. ഞാൻ